ഹലോ, എല്ലാവർക്കും റിന്യൂസ് നവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ പണികളൊക്കെ കഴിച്ചിന്ന് അമ്പലത്തിലേക്ക് പോയിട്ടോ. ഞങ്ങളുടെ അവിടെ ഓങ്ങല്ലൂരുള്ള ഗണപതിയങ്കാവാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ചെറുതായൊരു തിരക്കൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ഫ്രീ ഉള്ള ദിവസമല്ലേ. അപ്പം അമ്പലത്തിലൊക്കെ പോയപ്പോൾ മനസ്സും ഒന്ന് ശാന്തമായി. നമ്മുടെ കുറച്ച് സങ്കടങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരാശ്വാസമാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആള്. രോമം കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്നുണ്ട് കേട്ടോ. അത് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ. ഉണ്ണിമോളും സ്വത്തൊക്കെ പിടിച്ചിട്ട് ആ മരുന്ന് കൊടുക്കാനുള്ള പരിപാടി കേട്ടോ ഇവിടെ. അപ്പം എന്ത് പേരിടും എന്നുള്ളത് ഇവർക്ക് കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ അച്ചു എന്നാണ് വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ മരുന്ന് ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അച്ചു തീരെ സമ്മതിക്കണില്ല കേട്ടോ. ഇപ്പോൾ കണ്ടപ്പോൾ കുട്ടികൾ തന്നെ അവരുടെ ഒരു മാല എടുത്ത് അച്ചുവിന് ഇട്ട് കൊടുത്തു. ഇനി കുളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയാണിത് കൊണ്ടുവന്നത്. അപ്പോൾ ഒരാൾക്ക് വയ്യാണ്ടായപ്പോൾ വീട്ടിൽ നോക്കാൻ ആളില്ല, തരട്ടെ ചോദിച്ചപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പം അതിനുള്ള ഷാമ്പു ഫുഡൊക്കെ അവർ തന്നു, ചീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കുളിപ്പിക്കാനായിട്ട് വെള്ളമൊക്കെ നിറയ്ക്കുകയാണ്. ഇപ്പോൾ ഫുഡ് ഈ ന്യൂട്രീഷൻ ഫുഡ് അല്ലാതെ വേറൊരു ഫുഡും കഴിക്കണില്ല. ഞങ്ങൾ ചോറ്, മുട്ട അങ്ങനെ മീനൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ ഒന്നും കഴിക്കണില്ല. ഞങ്ങൾ 2-3 ആൾക്കാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവരോടത്തതൊക്കെ ചെറുതിലേ കൊണ്ടുവന്ന കാരണം അതൊക്കെ കഴിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലത്തെ ആൾ കഴിക്കണില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കണ ഏതെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഷാമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നിറച്ച് കുളിപ്പിക്കാനായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള പരിപാടി കേട്ടോ. പക്ഷേ ആള് വെള്ളത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. എന്താണെന്ന് അറിയില്ല. ഇനി ഇവിടുന്ന് ആദ്യമായിട്ട് കുളിക്കണ കാരണമാണോന്ന് അറിയില്ല. ഇവിടെ ഇവർ 3 ആളും കൂടിയിട്ട് വെള്ളത്തിൽ പിടിച്ച് നിർത്തിയിട്ടും ഒന്നും നടന്നിട്ടില്ല. ആള് ഇറങ്ങി അങ്ങോട്ട് ഓടി. അപ്പോൾ എത്ര പ്രായമുണ്ട് അച്ചുവിനൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് ഇങ്ങനെ നോക്കാൻ പറ്റിച്ചാൽ കൊണ്ടുപോയിക്കോളൂ പറഞ്ഞപ്പോൾ ഇപ്പോൾ കുറേ ആയി ഒരു പൂച്ചനെ വേണമെന്ന് പറയണു. അപ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ നിർത്തിയതായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ അച്ചുവിൻ്റെ പരിപാടിയും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വേറെ വഴിക്ക് പോകണം അങ്ങനെയൊക്കെയായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പോണ വഴിയിൽ വെച്ചിട്ട് തന്നെ വണ്ടി പഞ്ചറായി. അങ്ങനെ വണ്ടി ടയർ കിട്ടാനൊക്കെ നേരം വൈകി. അപ്പോൾ കുറേ സമയം അവിടെ പോയി. ഇപ്പോൾ ഭാരതപ്പുഴയിലൊക്കെ വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ മഴയിൽ കൈവരികളൊക്കെ തകർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഭാഗത്തെ വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം മറ്റൊരു ഭാഗത്തെ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ ഓരോ ദുരിതങ്ങളും വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.